നമസ്കാരം. പ്രധാന വാർത്തകൾ. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകൾക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കം. ജില്ലയിലെ 7 താലൂക്കുകളിലും നടത്തുന്ന അദാലത്തിന് തുടക്കമായത് ആലത്തൂർ താലൂക്ക് അദാലത്തോടെ. പാവപ്പെട്ടവരുടെ പരാതികൾ പരിഹരിക്കുക സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കഴിയാവുന്നത്ര പരാതികൾക്ക് അദാലത്തിലൂടെ പരിഹാരം കാണുമെന്ന് മന്ത്രി എം ബി രാജേഷ്. ഒറ്റപ്പാലം താലൂക്ക് അദാലത്ത് തിങ്കളാഴ്ച ലക്കിടിയിൽ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട ദിവസം സുരേഷ് ഗോപി നടത്തിയ ആംബുലൻസ് യാത്രാ കേസിൽ PR ഏജൻസി ജീവനക്കാരന്റെ മൊഴിയെടുത്തു. തൃശൂർ ഈസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് വരാഹ ഏജൻസി ജീവനക്കാരൻ അഭിജിത്തിന്റെ മൊഴി. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്നത് അഭിജിത്തിന്റെ നേതൃത്വത്തിൽ. അഴിമതിക്കാരെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാനുള്ള പോരാട്ടത്തിന്റെ പാതയിലാണ് കേരള ജനതയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. മന്ത്രിയെ നോക്കുകുത്തിയാക്കി വൈദ്യുതി വകുപ്പ് CPM അഴിമതിയുടെ കൂത്തരങ്ങാക്കി. സർക്കാർ ഏർപ്പെടുത്തുന്നത് നാടിന് അപകടകരമായ കരാറുകളിലെന്നും രമേശ് ചെന്നിത്തല. സ്ത്രീ മുന്നേറ്റത്തിന്റെ പ്രതീകമാണ് കുടുംബശ്രീ എന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ. കുടുംബശ്രീയിൽ എത്തിയവർക്ക് പറയാനുള്ളത് പെൺകരുത്തിന്റെ കഥകൾ. പാലക്കാട് കുടുംബശ്രീ എംപ്ലോയീസ് മീറ്റ്. കോട്ടായിയിൽ അർദ്ധരാത്രി ഗുണ്ടാശൈലിയിൽ വീടുകയറി ആക്രമണം. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന 8 വാഹനങ്ങൾ തകർത്തു. ആക്രമണമുണ്ടായത് കോട്ടായി കീഴത്തൂർ കരിയാട്ടുപറമ്പ് മൻസൂറിന്റെ വീടിന് നേരെ. കോട്ടായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവല്ലാമലയിൽ വിരണ്ടോടിയ കാളക്കൂറ്റൻ പരിഭ്രാന്തി പരത്തി. ദേശീയപാതയിൽ പാലക്കാട് പുതുപ്പരിയാരത്ത് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പുലർച്ചെയുണ്ടായ അപകടത്തിൽ മരിച്ചത് മക്കരപ്പറമ്പ് സ്വദേശികളായ കണ്ണൻ, റിൻഷാദ് എന്നിവർ. കുന്നംകുളം കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട കാർ പഴക്കട ഇടിച്ചു തകർത്തു. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കുളപ്പുള്ളി കണയം റോഡിന്റെ 2ാം ഘട്ട ടാറിംഗ് പ്രവൃത്തി പൂർത്തിയായി. അടുത്ത മാസം ആദ്യവാരത്തോടെ പാതയുടെ 3ാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് P മമ്മിക്കുട്ടി MLA. റോഡ് ഞായറാഴ്ച ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. സമഗ്ര റോഡ് നവീകരണം MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 4 കോടി രൂപ ചിലവിൽ. സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും ശോഷണം ആപത്കരമെന്ന് സംഗീത സംവിധായകൻ MD രാജേന്ദ്രൻ. സംഗീത സാഹിത്യ രംഗങ്ങളിലെ പ്രതിഭാധനരെ പോലും പുതുതലമുറയ്ക്ക് അറിയില്ല. വളർന്നുവരുന്നത് വികലമായ ഗാനശാഖകൾ. സിനിമകൾ ഏറെ ഉണ്ടാകുന്നുണ്ടെങ്കിലും മിക്കവാറും സംഗീതം ആവശ്യപ്പെടുന്നില്ലെന്ന് ഗായകൻ സുദീപ് കുമാർ. ഐക്കോൺസിൽ സ്ഥിരം ഡയറക്ടറെ നിയമിക്കണമെന്ന് പാലക്കാട് ജില്ലാ ഐക്കോൺസ് എംപ്ലോയീസ് യൂണിയൻ CITU. 8 ആവശ്യങ്ങളുയർത്തി യൂണിയൻ അവകാശ ദിനം ആചരിച്ചു. ഷൊർണൂർ ഐക്കോൺസിൽ ന്യൂറോളജിസ്റ്റിന്റെ സ്ഥിരം സേവനം ലഭ്യമാക്കണമെന്നും താൽക്കാലിക ജീവനക്കാർക്ക് മിനിമം വേതനം നടപ്പാക്കണമെന്നും മറ്റ് പ്രധാന ആവശ്യങ്ങൾ. വാർത്തകൾ വിശദമായി. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകൾക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കമായി. ആലത്തൂർ താലൂക്ക് അദാലത്തോടെയാണ് ജില്ലയിൽ 7 താലൂക്കുകളിലും നടത്തുന്ന അദാലത്തുകൾക്ക് തുടക്കമായത്. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷിന്റെയും നേതൃത്വത്തിലാണ് ജില്ലയിൽ അദാലത്തുകൾ നടക്കുന്നത്. പാവപ്പെട്ടവരുടെ പരാതികൾ പരിഹരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് അദാലത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ആലത്തൂർ ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂളിലാണ് താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്ത് നടന്നത്. കഴിയാവുന്നത്ര പരാതികൾക്ക് അദാലത്തിലൂടെ പരിഹാരം കാണുമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പരാതി പരിഹരിക്കാനാണ് ഇത്തരം അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഭൂമി സംബന്ധമായ പോക്കുവരവ്, അതിർത്തി നിർണയം, അനധികൃത നിർമ്മാണം, ഭൂമി കയ്യേറ്റം, അതിർത്തി തർക്കങ്ങളും വഴി തടസ്സപ്പെടുത്തലും, സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം, നിരസിക്കൽ, കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ, വയോജന സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ, മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസം, ധനസഹായം, പെൻഷൻ, മറ്റ് ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, മാലിന്യ സംസ്കരണം, പൊതുജലസ്രോതസ്സുകളുടെ സംരക്ഷണവും കുടിവെള്ളവും, റേഷൻ കാർഡ്, കാർഷിക വിളകളുടെ സംഭരണം വിതരണം, വിള ഇൻഷുറൻസ്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ, വളർത്തുമൃഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, സഹായം, വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, വിവിധ സ്കോളർഷിപ്പ് സംബന്ധിച്ച പരാതികൾ, തണ്ണീർത്തട സംരക്ഷണം, അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റുന്നത്, പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം തുടങ്ങിയ വിഷയങ്ങളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്.
ആലത്തൂർ താലൂക്ക് അദാലത്തിൽ മന്ത്രിമാർക്ക് പുറമെ MLA-മാരായ KD പ്രസേനൻ, PP സുമോദ്, ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര, ADM K മണികണ്ഠൻ, പാലക്കാട് RDO S ശ്രീജിത്ത്, ജില്ലാ താലൂക്ക് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അദാലത്തിൽ കാർഡ് തരം മാറ്റലുമായി ബന്ധപ്പെട്ട് 129 കാർഡുകൾ വിതരണം ചെയ്തു. ഒറ്റപ്പാലം താലൂക്ക് അദാലത്ത് ഡിസംബർ 23 തിങ്കളാഴ്ച ലക്കിടി യുണൈറ്റഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. രാവിലെ 9 മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. 10 മണിക്കാണ് അദാലത്ത് തുടങ്ങുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പൂരം അലങ്കോലമാക്കപ്പെട്ട ദിവസം സുരേഷ് ഗോപി നടത്തിയ ആംബുലൻസ് യാത്രാ കേസിൽ PR ഏജൻസി ജീവനക്കാരന്റെ മൊഴിയെടുത്തു. വരാഹ ഏജൻസിയുടെ അഭിജിത്തിന്റെ മൊഴിയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്നത് അഭിജിത്തിന്റെ നേതൃത്വത്തിലാണ്. ആംബുലൻസ് യാത്രയിൽ സുരേഷ് ഗോപിയെയും അഭിജിത്തിനെയും ആംബുലൻസ് ഡ്രൈവറെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരുന്നു. CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സുമേഷ് നൽകിയ പരാതിയിലാണ് കേസ്. ആംബുലൻസ് നിയമവിരുദ്ധമായി ഉപയോഗിച്ചതിനാണ് കേസെടുത്തിട്ടുള്ളത്. രോഗികളെ മാത്രം കൊണ്ടുപോകാൻ അനുവാദമുള്ള ആംബുലൻസിൽ യാത്ര ചെയ്തെന്നും പോലീസ് നിയന്ത്രണം സുരേഷ് ഗോപി ലംഘിച്ചെന്നുമാണ് FIR-ൽ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അഴിമതിക്കാരെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാനുള്ള പോരാട്ടത്തിന് ജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. വൈദ്യുതി മേഖലയാണ് ഇപ്പോൾ കൊള്ളയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും വകുപ്പ് മന്ത്രിയെ നോക്കുകുത്തിയാക്കിയാണ് CPM-ന്റെ കൊള്ളയെന്നും രമേശ് ചെന്നിത്തല തൃത്താലയിൽ പറഞ്ഞു. വൈദ്യുതി രംഗത്ത് വൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ദീർഘകാല കരാറിൽ ഒപ്പിടാനാണ് സർക്കാർ നീക്കമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അഴിമതിക്കാരായ LDF-ന്റെ ഭരണത്തെ താഴെയിറക്കാൻ കഴിയണം. ഈ ഭരണം ഇനിയും തുടരാൻ അനുവദിക്കരുത്. അതിനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാർ ശ്രമിക്കുന്നത്. മണിമലാർ പദ്ധതിയിലൂടെ പുതിയ ദീർഘകാല കരാറിനാണ് ശ്രമം. 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി കിട്ടത്തക്ക വിധത്തിലുള്ള ദീർഘകാല കരാറിൽ ഒപ്പിടണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ദീർഘകാല കരാർ ഏർപ്പെടാൻ പോവുകയാണ്. 2041 വരെ ഒരു കരാറുണ്ടായിരുന്നു. 4 രൂപ 29 പൈസയ്ക്ക്. അത് റദ്ദാക്കിക്കൊണ്ടാണ് പുതിയ കരാറിന് വേണ്ടി പോകുന്നത്. ഇന്ന് നിങ്ങൾ പത്രത്തിലുണ്ട്, റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു ഇതിന് വില കൂടാൻ പാടില്ല. നമ്മളെ ആളുകളെ കളിപ്പിക്കുകയല്ല, ആളുകളെ പൊട്ടന്മാരാക്കുകയല്ല. ഇന്ന് 4 രൂപ 29 പൈസയ്ക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ആവശ്യം 4 രൂപ 29 പൈസയ്ക്ക് തന്നെ ഒരു യൂണിറ്റ് വൈദ്യുതി കിട്ടത്തക്ക നിലയിലുള്ള ലോങ് ടൈം എഗ്രിമെന്റ് ഒപ്പിടണമെന്നാണ്. അതിനിടയിലാണ് കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന് പറയുന്ന മണിയാറിലുള്ള ഒരു ജലവൈദ്യുതി പദ്ധതിക്ക് വേണ്ടി 30 വർഷത്തേക്ക് ലൈനാർ ഗവൺമെന്റ് കാലത്ത് കൊടുത്തതാണ്. 12 മെഗാവാട്ട് ഉത്പാദിപ്പിക്കുക. ആ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ വൈദ്യുതിയും ഉപയോഗിച്ച് കമ്പനികൾ നടത്തണം. 3 കമ്പനി അവർ നടത്തുന്നുണ്ട്. BOT ബേസിലാണ് ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. നിർമ്മിക്കുക, ഓപ്പറേറ്റ് ചെയ്യുക, അത് തിരിച്ച് ഗവൺമെന്റ് കൊടുക്കുക. തൃത്താലയിൽ കോൺഗ്രസ് നേതാവായിരുന്ന VK പുരുഷോത്തമൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം അധ്യക്ഷത വഹിച്ചു. നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായിയിൽ ഗുണ്ടാസംഘത്തിന്റെ ആക്രമണം. കോട്ടായി കരിയാട്ടുപറമ്പിൽ മൻസൂറിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന 8 വാഹനങ്ങളാണ് തകർത്തത്. ശനിയാഴ്ച പുലർച്ചെ 3:30 സംഭവം. ടിപ്പർ ലോറി, കാർ, ബുള്ളറ്റ്, ബൈക്കുകൾ, പരിസരത്ത് നിർത്തിയിട്ടിരുന്ന ട്രാവലർ എന്നിവയാണ് അടിച്ചു തകർത്തത്. ഒരാഴ്ച മുൻപ് നടന്ന സുഹൃത്തിന്റെ വിവാഹത്തോടനുബന്ധിച്ച് ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട് 600 രൂപ മൻസൂർ നൽകാൻ വൈകിയതാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 4 ദിവസം മുൻപ് വാക്കുതർക്കവും അടിപിടിയും നടന്നിരുന്നു. സംഭവത്തിൽ 2 പേർക്കെതിരെ കോട്ടായി പോലീസ് കേസെടുത്തിരുന്നു. കേസെടുത്തതിന്റെ വൈരാഗ്യമാണ് ശനിയാഴ്ച പുലർച്ചെ 15ഓളം വരുന്ന സംഘം മാരകായുധങ്ങളുമായി വീടിന്റെ വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചത്. വാതിൽ തുറക്കാത്തതിനാൽ നിർത്തിയിട്ട വാഹനങ്ങൾ അടിച്ചു തകർക്കുകയായിരുന്നു. ആക്രമി സംഘത്തിന്റെ തേർവാഴ്ചയിൽ ഭീതിയിലാണ് ഇപ്പോൾ ഈ വീട്ടുകാർ. ഡോറിൽ വന്നുകൊണ്ട് ടേട്ടേന്ന് അടിച്ചു ഞങ്ങൾ തുറക്കാണ്ട് അറിയില്ല. ഇത് എന്താ സംഭവം, വെളിയിൽ നിന്ന് ആരെ വന്നതെന്ന് അറിയില്ല.
ഓടി വന്ന് ഡോറ് തുറക്കുന്ന കുട്ടികളെ ഇടയ്ക്ക് തുറക്കണ്ട, അറിയാണ്ട് തുറക്കണ്ട. അങ്ങനെ വെളിയിൽ ഇറങ്ങിയതും വണ്ടിയുടെ നല്ല സൗണ്ട്, ആരും വിളിക്കാനും പറ്റുന്നില്ല. ആ സമയത്ത് ഫോൺ എടുത്ത് ഒരു ഫോൺ കോൾ ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ കുട്ടികൾ വെളിയിൽ വന്ന് ഏകദേശം 25 ലക്ഷത്തിന്റെ നഷ്ടം ഉണ്ടായതായാണ് വീട്ടുകാർ പറയുന്നത്. വലിയ വണ്ടിയാണ്, പുതിയ വണ്ടികളാണ്. 10-25 ലക്ഷം രൂപയുടെ നഷ്ടം എന്തായാലും ഉണ്ടാവും തീർച്ചയായും. കാരണം വണ്ടി എടുത്തിട്ട് ഞങ്ങൾ 4-5 മാസമായിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവന്റെ ഉദ്യോഗത്തിന് വേണ്ടി എടുത്ത രണ്ടാമത്തെ വണ്ടിയാണ്. അത് പുതിയതാണ്, അതും എടുത്തതാണ്. അതിലും പോകുമ്പോൾ അതിനും കേടുപാട് വരുത്തിയിട്ടാണ് പോയിരിക്കുന്നത്. പ്രദേശത്ത് അക്രമി സംഘം വളരുകയാണെന്നും ഇവരെ നിലയ്ക്ക് നിർത്താൻ പോലീസ് കാര്യക്ഷമമായി തന്നെ ഇടപെടണമെന്നും പോലീസിന്റെ നിഷ്ക്രിയത്വം അക്രമി സംഘത്തെ വളരാൻ ഇടയാക്കുമെന്നും കോട്ടായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാർ പറഞ്ഞു. നിസ്സാര പ്രശ്നത്തെ ഇവിടുത്തെ നാട്ടുകാർ ഇടപെട്ട് സോൾവ് 600 രൂപയുടെ ഒരു പ്രശ്നമാണ്. ഒരു ഡ്രസ് കോഡ് എടുത്തു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഉണ്ടായ ഒരു പ്രശ്നമാണ്. ഈ വിഷയത്തെ ഇവരെ ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടാ സംഘം ഇതിന്റെ പുറകിൽ വന്നിട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്നും സീരിയസ് ആയി എടുത്തില്ല. എന്നാൽ ഇവിടുത്തെ നാട്ടുകാരത് രമ്യമായി പോകട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്തത്. ഈ നാടില് ഇന്ന് വരെ കാണാത്ത ഒരു ഗുണ്ടാ സംഘ ആക്രമണമാണ് കണ്ടത്. ഇന്നലെ പുലർച്ചെ 3:30 മണിയോടുകൂടി 10-15 ഗുണ്ടകൾ ഇവിടെ വന്ന് വാതില് ചവിട്ടി തുറക്ക് വെട്ടിപ്പൊളിച്ച് ഉള്ളിലേക്ക് കയറാനാണ് ശ്രമിച്ചത്. വീട്ടുകാരല്ല, വയസ്സായ വൃദ്ധരായ എല്ലാവരും കൂടി ഭയന്ന് നിലവിളിച്ച് വാതിൽ ചേർത്ത് പിടിച്ചതാണ്. അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടേനെ. അപ്പോ ഇവിടെ നടക്കുന്ന ഈ വാഹനങ്ങളെല്ലാം അടിച്ച് തകർത്ത് ആ സമയത്ത് അവർ ആരെങ്കിലും പുറത്തു വന്നിരുന്നെങ്കിൽ അവർ കൊന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഗുണ്ടാ സംസ്കാരം. പോലീസിന് കൃത്യമായ വിവരം കൊടുത്തു, രാവിലെ പരാതി കൊടുത്തു. വീണ്ടും വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ ഇവിടുത്തെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് നൌഫൽ നേരെ ചെന്നിട്ട് SI-നോട് പറഞ്ഞു, സാർ ഇത് സാർ ഉദ്ദേശിക്കുന്ന പോലെയല്ല, സാധാരണ പരാതിയെ കാണരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ഒരാളെ പോലും അതിൽ പേര് കൊടുത്തിട്ടുള്ള അവർ വിഷ്വലിലുള്ള ആരും തന്നെ ഒരാളെ പോലും പോലീസ് വിളിച്ചു വെച്ചില്ല. മിനിഞ്ഞാന്ന് പോലീസ് കൊണ്ടുപോയ 2 പേർ പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്ന് റീല് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു പോലീസിന്റെ നിഷ്ക്രിയത്വം മാത്രമാണ് ഇത് നടന്നത്. ഞങ്ങൾക്ക് ഈ ഒരു ഗ്രാമത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വീട്ടിൽ ഇത്രയും ഭീകരമായ അന്തരീക്ഷം നടന്നിട്ട് ഈ നിമിഷം വരെ പുലർച്ചെ ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടുകാർ പോലീസിൽ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ആരും ഫോൺ എടുത്തില്ല. ആ ഫോൺ എടുത്തിരുന്നുവെങ്കിൽ അവരെ ആ നിമിഷം തന്നെ ഇവർ തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ, നടന്നു വരാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പുതുപ്പരിയാരത്ത് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പുലർച്ചെയാണ് അപകടം. പാലക്കാട് മക്കരപ്പറമ്പ് സ്വദേശികളായ കണ്ണൻ, റിൻഷാദ് എന്നിവരാണ് മരിച്ചത്. ലോറിയുമായി കൂട്ടിയിടിച്ച ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ് പരിക്കേറ്റാണ് യുവാക്കൾ മരിച്ചത്. ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചു. മക്കരപ്പറമ്പ് സ്വദേശികളായ കണ്ണൻ, റിൻഷാദ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ബൈക്ക് അമിതവേഗത്തിൽ ലോറിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് ലോറി ഡ്രൈവറുടെ മൊഴി. യുവാക്കൾ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ലെന്നും പോലീസ് പറയുന്നു. മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട കാർ ഫ്രൂട്ട്സ് കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരുക്ക്. രാവിലെ 8:30യോടെയാണ് അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ച ശേഷമാണ് പഴക്കടയിലേക്ക് ഇടിച്ചു കയറിയത്. കടയിലേക്ക് സാധനങ്ങളുമായി എത്തിയ വാഹനങ്ങളിലാണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചത്. അപകടത്തിൽ കാറിൻ്റെ മുൻവശം ഭാഗികമായും പഴക്കട പൂർണ്ണമായും തകർന്നു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്ത്രീ മുന്നേറ്റത്തിന്റെ പ്രതീകമാണ് കുടുംബശ്രീ എന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ. കുടുംബശ്രീയിലെത്തിയവർക്ക് കണ്ണീരിന്റെയല്ല കരുത്തിന്റെ കഥയാണ് പറയാനുള്ളതെന്നും കെ ബിനിമോൾ പറഞ്ഞു. പാലക്കാട്ട് കുടുംബശ്രീ എംപ്ലോയി മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിനിമോൾ. ഇടതു സർക്കാർ ആരംഭിച്ച കുടുംബശ്രീ ഇന്ന് ആഗോളതലത്തിൽ തന്നെ സ്ത്രീ മുന്നേറ്റത്തിന്റെ മാതൃകയാണെന്ന് കെ ബിനിമോൾ പറഞ്ഞു. കുടുംബശ്രീയുടെ ആയിരക്കണക്കിന് ചെറുകിട സംരംഭങ്ങളിലൂടെ 10,000-കണക്കിന് കുടുംബങ്ങൾ സ്വയം പര്യാപ്തത നേടി. സ്ത്രീ സമൂഹത്തിൻ്റെ നവോത്ഥാന ചരിത്രം പറയാനുള്ള കുടുംബശ്രീയുടെ പ്രവർത്തന രീതി പഠിക്കാൻ വിദേശത്തു നിന്നുപോലും സംഘങ്ങളെത്തുന്നത് കേരളത്തിന് അഭിമാനമാണ്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഇന്ന് വിദേശ വിപണിയിലും എത്തിക്കഴിഞ്ഞെന്ന് കെ ബിനുമോൾ പറഞ്ഞു. കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു 10 വർഷത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ തൊഴിൽ എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ് എന്നുള്ള വലിയൊരു സംസ്കാരം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക്
സാധാരണക്കാരായ സ്ത്രീകളിലേക്ക് അത്തരം ഒരു ആശയം കൊടുക്കാനാണ് സാധിച്ചത്. പണിയെടുത്ത് ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ബോധ്യത്തിൽ ഉണ്ടായിരുന്നില്ല സ്ത്രീകളെ സംബന്ധിച്ച്. ആ ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ ഇത്രയും കാലത്ത് നമുക്ക് വേണ്ടി വന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞു. ഇപ്പോഴും നമുക്കറിയാം 18 to 40 വയസ്സ് വരെയുള്ള സ്ത്രീകളെ നമ്മൾ കൃത്യമായി കുടുംബശ്രീ സംവിധാനത്തിലൂടെ തന്നെ ഓക്സിലറി യൂണിറ്റുകൾ എന്നുള്ള രീതിയിലുള്ള രജിസ്ട്രേഷൻ നടത്തി. നോളജ് എക്കണോമിക് മിഷന്റെ ഭാഗമായിട്ടുള്ള ഒന്നാമത്തെ പ്രവർത്തനം എന്നുള്ള രീതിയിൽ രജിസ്ട്രേഷൻ നമ്മൾ ആരംഭിച്ചു. രജിസ്ട്രേഷൻ ആരംഭിച്ച് വരുമ്പോഴും സ്ത്രീകളുടെ പൊതുവായ ഒരു മനസ്സ് ഞാൻ പറയുകയാണ്. സാധാരണ കുടുംബങ്ങളിലെ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആണ്. ജില്ലാ കോർഡിനേറ്റർ കെ ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. കേരള നോളജ് എക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല, പ്ലേസ്മെന്റ് ആൻഡ് റിക്രൂട്ട്മെന്റ് മാനേജർ ആദർശ് മോഹൻ എന്നിവർ സംരംഭം, ഉൽപാദനം, വിപണനം തുടങ്ങിയ മേഖലകളെക്കുറിച്ച് ക്ലാസ് എടുത്തു. അസിസ്റ്റന്റ് കോർഡിനേറ്റർ N ഉണ്ണികൃഷ്ണൻ, KA പ്രിയങ്ക, BC അപ്പു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരുവല്ലോമലയിൽ വിരണ്ടോടിയ കാളക്കൂറ്റൻ പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാക്കി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പാമ്പാടി വെറ്റിനറി ഡോക്ടർ രാമുവിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് കാളയെ മയക്കി. പാമ്പാടി സ്കൂളിന് സമീപമാണ് തെരുവുകാള പരിഭ്രാന്തി സൃഷ്ടിച്ചത്. സ്കൂൾ പരിസരത്തും ജനങ്ങൾക്കിടയിലും സംസ്ഥാന പാതയിൽ നിരവധി വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും കാള ഇടഞ്ഞു തന്നെ നിന്നു. ക്രിസ്മസ് അവധിയായതിനാൽ സ്കൂൾ അടച്ചത് വലിയ ആശ്വാസമായി. നാട്ടുകാരുടെയും പഞ്ചായത്ത് ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കാളയെ പിടികൂടി. പിന്നീട് മയക്കുമരുന്ന് കുത്തിവെച്ച് മയക്കി ഒരു സ്വകാര്യ വ്യക്തിയുടെ വളപ്പിൽ കെട്ടിയിരിക്കുകയാണ്. കൊമ്പ് ഭാഗത്തും കഴുത്ത് ഭാഗത്തും ഒക്കെ നല്ല രീതിയിലുള്ള മുറിവുകൾ വരികയും പിന്നെ ഇതായതുകൊണ്ട് നമുക്ക് ആർക്കും തൊടാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് മുറിവിൽ ഈച്ച മുട്ടായിട്ട് പുഴു വരികയും അതിന് ഭയങ്കര ഇറിറ്റേഷൻ ആവുകയും അത് വഴിയരിയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ പിടിച്ചുകെട്ടാന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അപ്പോൾ വീണ്ടും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രാവിലെ അതിന് കുറച്ച് ആളുകളുടെ സഹായത്തോടു കൂടി വൈസ് പ്രസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പലരുടെ സഹായത്തോടു കൂടി അതിനെ പിടിച്ചു കെട്ടുകയും നമ്മൾ അതിനുള്ള സെഡേഷൻ കൊടുക്കുകയും അതിന്റെ വൂണ്ട് ക്ലീൻ ചെയ്യുകയും ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് അതിനെ ഏതെങ്കിലും നല്ലൊരു ഹെൽത്തി ആയ ഒരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാനാണ് പഞ്ചായത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ കുളപ്പുള്ളി കണയം റോഡ് 2ാം ഘട്ട ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി. പി മമ്മിക്കുട്ടി MLA റോഡ് സന്ദർശിച്ച പ്രവൃത്തി വിലയിരുത്തി. പാത ഞായറാഴ്ച മുതൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 4 കോടി രൂപ ചെലവിലാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയത്. 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ദിവസമാണ് തുടക്കമായത്. അടുത്ത മാസം ആദ്യവാരത്തോടെ പാതയുടെ 3ാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കും. കലാഗ്രാമം വരെയുള്ള റോഡിന്റെ BM-BC വർക്ക് കഴിഞ്ഞു. തുടർന്നുള്ള റോഡിന്റെ BM വർക്ക് മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. നിലവിൽ BC വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2ാം ഘട്ടം പൂർത്തിയായതോടെ റോഡ് ഞായറാഴ്ച മുതൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. കുളപ്പുള്ളി സർവീസ് ബാങ്ക് പ്രസിഡന്റ് P രഞ്ജിത്ത്, CPM ലോക്കൽ കമ്മിറ്റി അംഗം അർജുൻ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെ മർദ്ദിക്കുകയും കള്ളക്കേസെടുക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പന്തംകൊളുത്തി പ്രകടനം നടത്തി. DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പ്രകടനത്തിന് ശേഷം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ G ശിവരാജൻ, KM ഫെബിൻ, S കൃഷ്ണദാസ്, PR പ്രസാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ PK പ്രിയകുമാരൻ, PK വാസു, നേതാക്കളായ K ഭവദാസ്, ഹരിദാസ് മച്ചിങ്ങൽ, ബോബൻ മാട്ടുമന്ത, പ്രതീഷ് മാധവൻ, H സത്താർ എന്നിവർ പ്രസംഗിച്ചു. 2 ദിവസമായി രാജ്യത്തെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ജനാധിപത്യമെല്ലാം ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് നടക്കുന്ന ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിനെതിരെയാണ് ഇന്ന് രാജ്യമെമ്പാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലെ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും ശോഷണം അപകടകരമാണെന്ന് സംഗീത സംവിധായകൻ MD രാജേന്ദ്രൻ. ദേവരാജൻ മാസ്റ്റർ, വയലാർ, P ഭാസ്കരൻ തുടങ്ങിയ പ്രതിഭാധനരെ പോലും തിരിച്ചറിയാത്തവരായി ഇന്നത്തെ തലമുറ മാറുന്നുണ്ടെന്നും പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസ്സിൽ MD രാജേന്ദ്രൻ പറഞ്ഞു. നല്ല വരികളും നല്ല സംഗീതവും സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും ആവശ്യപ്പെടുന്നില്ലെന്നത് ഖേദകരമാണ്. ആസ്വാദക തലത്തെ തന്നെ മാറ്റിമറിക്കുന്ന വികല ഗാനശാഖകൾ വളർന്നുവരുന്നത് ആശാസ്യമല്ല. നല്ല സംഗീതത്തിന് ആസ്വാദക രീതിയിൽ മാറ്റം വരണം.
KPSCയെ പോലെ കലാകാരന്മാരെ വാർത്തെടുക്കുന്ന സംവിധാനങ്ങൾ അനിവാര്യമാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ തിരസ്കരിക്കപ്പെട്ടിട്ടുള്ള സംഭവമാണ് കല. അപ്പോൾ കലയ്ക്ക് സാംസ്കാരികമായിട്ടൊരു ഔന്നത്യം വരണമെങ്കിൽ നല്ല നൃത്തം ഉണ്ടാകണം, നല്ല പാട്ട് ഉണ്ടാകണം, നല്ല സംഗീതം ഉണ്ടാകണം. ദേവരായ മാഷ്, അതുപോലെ രാഘവ മാഷ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ എന്താ പറയുക, സംഗീതജ്ഞന്മാരെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് പറയാറില്ലേ, അവരുടെ ആ ഒരു ശ്രേണി പിന്തുണുണ്ട്. അജയേട്ടനും സംഘവും ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി സ്വരലയ. അത് ഉത്തരോത്തരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്വരലയ ഇതിനിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഭാരതം മുഴുവൻ, ലോകം മുഴുവൻ പങ്കെടുക്കുന്ന ഒരു വലിയ കലാ സബരിയായിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അനുകൂലമായ സമയത്താണ് എന്നെ ബിച്ചുവിനെ ഇങ്ങനെ ഇവിടെ എത്തിക്കാനുള്ളൊരു തീരുമാനമുണ്ട്. കാരണം കവിതയും പ്രത്യേകം നോക്കിയാണ് പത്രക്കാരപ്പോൾ കവിതയുടെ സംസ്കാരവും മലയാള ഭാഷാ പദങ്ങളും നമ്മുടെ പാട്ടുകളിൽ നിന്ന് അന്യം നിന്ന് മരിക്കുകയും ചെയ്തൊരു പ്രത്യേക കാലഘട്ടത്തിലാണ്. സിനിമകളേറെ ഉണ്ടാകുന്നുണ്ടെങ്കിലും മിക്കവയും സംഗീതം ആവശ്യപ്പെടുന്നില്ലെന്ന് ഗായകൻ സുദീപ് കുമാർ ചൂണ്ടിക്കാട്ടി. ഭാഷാശുദ്ധിയും ഉച്ചാരണശുദ്ധിയും കൈമോശം വന്നതും സംഗീതത്തെ ബാധിച്ചിട്ടുണ്ട്. ഗാനരചയിതാക്കളും കാലത്തിനനുസരിച്ച് മാറുകയാണ്. നിലവിലെ സംഗീതത്തിന് എത്രത്തോളം നിലനിൽപ്പുണ്ടെന്ന് കാലം തീരുമാനിക്കുമെന്ന് സുദീപ് കുമാർ പറഞ്ഞു. തമിഴ്, തെലുങ്ക് ഗാനങ്ങൾ തെറ്റോടെയാണെങ്കിലും പുതുതലമുറ ഏറ്റുപാടുന്ന പോലുള്ള പരിഗണന പോലും മലയാളത്തിന് ലഭിക്കുന്നില്ലെന്ന് ഗായിക രാജലക്ഷ്മി ചൂണ്ടിക്കാട്ടി. പഴയ ഗാനശാഖയെ നെഞ്ചിലേറ്റുന്നവർ ഇന്നുമുണ്ടെന്നത് ആശ്വാസകരമാണ്. മലയാള ഗാനശാഖയുടെ നിലനിൽപ്പിന് സ്വരലയ പോലുള്ള സംഘടനകൾ നടത്തുന്ന സംഗീത നിശ ആവശ്യമാണെന്നും രാജലക്ഷ്മി പറഞ്ഞു. സുമേഷ് ഐലൂർ, റജി സദാനന്ദൻ എന്നീ ഗായകരും പ്രസ് മീറ്റിൽ പങ്കെടുത്തു. സ്വരലയ സമന്വയം 2024 പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സംഗീത സംവിധായകൻ രാജേന്ദ്രനും ഗായകരും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഐക്കോൺസിൽ സ്ഥിരം ഡയറക്ടറെ നിയമിക്കണമെന്ന് പാലക്കാട് ജില്ലാ ഐക്കോൺസ് എംപ്ലോയീസ് യൂണിയൻ CITU. ഇതുൾപ്പെടെ 8 ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂണിയൻ ഷൊർണൂർ കവളപ്പാറ യൂണിറ്റ് അവകാശ ദിനം ആചരിച്ചു. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഐക്കോൺസിൽ സ്ഥിരം ഡയറക്ടറെ നിയമിക്കുക, ഷൊർണൂർ ഐക്കോൺസിൽ സ്ഥിരം ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാക്കുക, താൽക്കാലിക ജീവനക്കാർക്ക് മിനിമം വേതനം നടപ്പിലാക്കുക, സ്ഥിരം ജീവനക്കാരുടെ 11ാം ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കുക, 10 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, ദിവസവേതനക്കാരായ ജീവനക്കാരെ താൽക്കാലിക ജീവനക്കാരായി നിയമിക്കുക, വാർഡിൽ കൂടുതൽ അഡ്മിഷൻ നടപ്പിലാക്കുക, ഉയർന്ന തസ്തികയിൽ പുതിയ നിയമനങ്ങൾ നടത്തുമ്പോൾ നിലവിലെ ജീവനക്കാരുടെ വേതനത്തിൽ പരിഷ്കാരം നടപ്പിലാക്കുക എന്നീ 8 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാലക്കാട് ജില്ലാ ഐക്കൺസ് എംപ്ലോയീസ് യൂണിയൻ CITU അവകാശ ദിനം ആചരിച്ചത്. ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ തീരുമാനം അനുസരിച്ചുകൊണ്ടാണ് സഖാവ് കൃഷ്ണദാസും അതുപോലെ തന്നെ അംസയും നിങ്ങളുടെ ഡിമാൻഡുകൾ, ആവശ്യങ്ങൾ ഡയറക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചർച്ച ചെയ്ത് അംഗീകരിക്കപ്പെട്ട ഏതാനും ആവശ്യങ്ങൾ ഉന്നയിച്ച ആ ഡിമാൻഡ് നോട്ടീസ് ഇന്ന് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. യൂണിയൻ പ്രസിഡന്റ് S. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MC സുരേഷ് സ്വാഗതം പറഞ്ഞു. CITU ജില്ലാ സെക്രട്ടറി M. ഹംസ, ഗവേണിംഗ് ബോഡി അംഗം MK ജയപ്രകാശ്, ജോയിന്റ് സെക്രട്ടറി PK മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സുഭദ്രം പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. അനധികൃതമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെയും കൊള്ളപ്പലിശ ഈടാക്കുന്ന സ്വകാര്യ വ്യക്തികളുടെയും ചൂഷണത്തിൽ നിന്നും സാധാരണ ജനങ്ങളെ മോചിപ്പിക്കുവാനും അനുദിനം വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി അവബോധം സൃഷ്ടിക്കുവാനും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടുത്തി കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സുഭദ്രം പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ K. ബിന്ദു അധ്യക്ഷത വഹിച്ചു. മുൻ MLA AV ഗോപിനാഥ് മുഖ്യാതിഥിയായി. കേരള ഗ്രാമീൺ ബാങ്ക് ശാഖാ മാനേജർ ശ്രീശ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി, പഞ്ചായത്ത് അംഗങ്ങളായ ഭാനുരേഖ, പ്രിയ, സുനിത, കമലം എന്നിവർ സംസാരിച്ചു.
രവീന്ദ്രൻ, പ്രകാശ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജർ ടിജോ ജോൺ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തിരുവേഗപ്പുറ മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ. വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് പദ്ധതിക്ക് സമീപം അടിഞ്ഞുകൂടിയ മണലും എക്കലും നീക്കുമെന്ന് മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. പട്ടാമ്പി മണ്ഡലത്തിലെ തിരുവേഗപ്പുറ പഞ്ചായത്തിനെയും മലപ്പുറം മൂർക്കനാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് തൂതപ്പുഴയ്ക്ക് കുറുകെ മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. മഴയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന പാലത്തിന് തൊട്ടുതാഴെ വരെ ജലനിരപ്പ് ഉയർന്നിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന പുഴയുടെ ഭാഗങ്ങളിൽ മണ്ണും മണലും അടിഞ്ഞുകൂടിയത് തൂതപ്പുഴയുടെ സുഗമമായ ഒഴുക്കിനെ സാരമായി ബാധിച്ചു. പദ്ധതിക്ക് സമീപം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് എക്കലും മണലും നീക്കം ചെയ്യാൻ നടപടിയായത്. പദ്ധതിയുടെ മുകൾ ഭാഗത്ത് 1 കിലോമീറ്ററും എതിർഭാഗത്ത് 1/2 കിലോമീറ്ററും മണലും എക്കലും നീക്കം ചെയ്യാൻ തീരുമാനമായി. ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. തിരുവേഗപ്പുറ ഭാഗത്ത് വേണ്ടത്ര സ്ഥലം ലഭ്യമായിട്ടില്ല. ആ സ്ഥലം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി നേരത്തെ തന്നെ സ്വീകരിച്ചതാണെങ്കിലും കുറച്ച് സ്ഥലം കിട്ടാനുണ്ട്. അതിൽ കുറച്ച് ഭാഗം എന്തായാലും ഏറ്റെടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന ഭാഗം മാത്രം ഏറ്റെടുത്ത് വളരെ വേഗത്തിൽ പദ്ധതി പൂർത്തീകരിക്കുക. മറ്റു ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ട പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് തുടരും എന്നുള്ള കാര്യമാണ് അറിയിക്കാനുള്ളത്. മൂർക്കനാട് പഞ്ചായത്ത് ആ ഭാഗത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. കിഫ്ബി ധനസഹായത്തോടെയാണ് പാലം നിർമ്മിക്കുന്നത്. ജലസേചന വകുപ്പിൻ്റെ ഡിസൈൻ ടീമാണ് പാലത്തിൻ്റെ രൂപകൽപ്പന. ഇറിഗേഷൻ വകുപ്പിൻ്റെ നിർവഹണ ഏജൻസിയായ KIIDCയുടെ മേൽനോട്ടത്തിലാണ് റെഗുലേറ്റർ നിർമ്മാണം പുരോഗമിക്കുന്നത്. മൂർക്കനാട് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് പൂർണ്ണമായും റോഡിനു വേണ്ട സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. തിരുവേഗപ്പുറ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഇനിയും കുറച്ചു ഭാഗത്തുകൂടി സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടൽ കൂടി ഉണ്ടാകണമെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചുനങ്ങാട് മുരുക്കുംപറ്റയിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം ഒരാൾക്ക് നായയുടെ കടിയേറ്റു. ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് അലഞ്ഞുതിരിയുന്ന നായ്ക്കൾ വൻ ഭീഷണിയാകുന്നത്. മുരുക്കുംപറ്റയിൽ വിലസുന്ന തെരുവു നായ്ക്കൾ ജനജീവിതത്തിന് വലിയ ഭീഷണിയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾക്ക് നായയുടെ കടിയേറ്റു. മുരുക്കുംപറ്റ നായരു വീട്ടിൽ വേണുഗോപാലിനെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ വേണുഗോപാൽ ചികിത്സ തേടി. ശനിയാഴ്ച രാവിലെ നായ്ക്കൾ ബൈക്കിന് കുറുകെ ചാടി 2 ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. സാരമായി മുറിവേറ്റ ഇവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവു നായ്ക്കൾ വിലസുന്നതിനെതിരെ നിരന്തരം പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. നാട്ടുകാർ കൂട്ടമായി ഒപ്പിട്ട പരാതി പോലീസിൽ സമർപ്പിക്കാനാണ് തീരുമാനമെന്ന് അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്കും വില്ലേജിലും പലതവണ നമ്മൾ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഒരു പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല. കൂടാതെ മുരിക്കുംപറ്റ ഭാഗത്ത് മിനിഞ്ഞാന്ന് ഒരു പ്രദേശവാസിയെ, വേണുഗോപാലൻ എന്നൊരു പ്രദേശവാസിയെ പട്ടികടിക്കുകയും താലൂക്ക് ആശുപത്രിയിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി വാക്സിനേഷൻ നൽകുകയും ചെയ്തു. കൂടാതെ ഇന്നു കാലത്ത് വീണ്ടും ബൈക്ക് യാത്രികരായ 2 പേരുടെ ബൈക്കിന് കുറുകെ പട്ടി ചാടി 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു പരിഹാരമില്ലാത്ത ഈ സ്ഥിതിക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ, അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം അറിയിക്കുന്നു. കൂടാതെ ഇന്ന് പൊതുജനങ്ങളുടെ ഒരു മാസ് പെറ്റീഷൻ ഒറ്റപ്പാലം പോലീസിലും നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂരിലെ നവീകരിച്ച ശക്തൻ തമ്പുരാൻ കെട്ടിടം നാടിന് സമർപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ നവീകരണത്തിന്റെ ഭാഗമായി തീമാറ്റിക് സങ്കല്പത്തിൽ 14 ഗ്യാലറികളാണ് മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ കൊച്ചി രാജവംശത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഒന്നായ തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള വടക്കേച്ചിറ കോവിലകമാണ് ഇന്നത്തെ പുരാവസ്തു മ്യൂസിയം. വിവിധ കാലങ്ങളിലായി രാജവംശം ശേഖരിച്ച പുരാവസ്തുക്കൾ തൃശൂരിൽ തന്നെയുള്ള ചിത്രശാലയിലെ ആർട്ട് ഗാലറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്നും ചെമ്പൂക്കാവ്, കൊല്ലങ്കോട് കോവിലകത്തേക്കും മാറ്റി. ഇവയെല്ലാം ശേഖരിച്ച് ഇന്നത്തെ മ്യൂസിയത്തിന് തുടക്കമിടുന്നത് 2005-ലാണ്. ശക്തൻ തമ്പുരാൻ കൊട്ടാരം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഈ മ്യൂസിയമാണ് ആധുനിക രീതിയിൽ നവീകരിച്ചത്.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച മ്യൂസിയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ടൂറിസം മാത്രമാണ് എൻ്റെ കീഴിലുള്ളത്. കൾച്ചർ MOS ഞാനല്ല. എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചതാണ്. അത് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർകൾ എനിക്ക് ചാർത്തി തന്ന ഒരു അഭിമാന നിമിഷവുമാണ് ഇന്ന് ഈ വേദിയിലെ എൻ്റെ സ്ഥാനം. അപ്പോൾ എല്ലാം കൊണ്ടും അനുഗ്രഹീതൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഭാരതത്തിലാകമാനം നടക്കുന്ന ഇത്തരം ഉയർത്തെഴുന്നേൽപ്പുകൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആദ്യമായി തൃശ്ശൂരിന് ആ അനുഗ്രഹം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, പുരാവസ്തു ഡയറക്ടർ ഇ ദിനേശൻ എന്നിവർ പങ്കെടുത്തു. പുരാവസ്തുക്കളെ കൂടാതെ 14 തീമാറ്റിക് ഗാലറികളിലായി 1000-ലധികം അമൂല്യ വസ്തുക്കളും പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കരിങ്കൽ ശില്പങ്ങൾ, നാണയങ്ങൾ, ശിലാലിഖിതങ്ങൾ, ആഡംബര വസ്തുക്കൾ തുടങ്ങിയവയും മ്യൂസിയത്തിലുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മ്യൂസിയം തുറന്നതോടെ ആദ്യ ദിനം തന്നെ നിരവധി ആളുകളാണ് സന്ദർശനത്തിനായി കൊട്ടാരത്തിലെത്തിയത്. ദിവസേന രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പ് ഒറ്റപ്പാലത്ത് തുടങ്ങി. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്ന തലക്കെട്ടിൽ സ്പർശം എന്ന പേരിലാണ് ഒറ്റപ്പാലം LSN ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ പ്ലസ് 25 ആ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്ലസ് 2. അത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് ഡിഗ്രി പഠനം. നമ്മുടെ ഡിഗ്രി പഠനം എങ്ങനെയാണ്? 4 വർഷം. 4 വർഷത്തെ ഡിഗ്രി പഠനത്തോടൊപ്പം തൊഴിൽ കൂടി അതിൽ ഉൾക്കൊള്ളുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസം കഴിയുമ്പോഴേക്കും നമ്മൾ തൊഴിലെടുക്കാൻ തന്നെ നമ്മൾ പ്രാപ്തരാകും. അതേപോലെ നമുക്ക് ഒട്ടേറെ അവസരങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല മികച്ച സ്ഥാപനങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് തുടർന്ന് PG പഠിക്കുന്നതിനും. ശനിയാഴ്ച രാവിലെ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ K. രാജേഷ് അധ്യക്ഷത വഹിച്ചു. JD അക്കാഡമിക് ആൻഡ് NSS സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ S. ഷാജിദ മുഖ്യാതിഥിയായിരുന്നു. റീജിയണൽ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ N. രാജേഷ്, LSN ലോക്കൽ മാനേജർ AC പ്രശാന്തി എന്നിവർ ക്യാമ്പ് സന്ദേശം നൽകി. ഷൊർണൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P. സിന്ധു, ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലർ കല്യാണി, ഹസീന അഷറഫ്, NSS പ്രോഗ്രാം കൺവീനർ S. പ്രവീൺ, സിസ്റ്റർ AC ഗ്രേസ് തോമസ്, കൃഷ്ണപ്രകാശ്, D. സിമി, റീബ പീറ്റർ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിംഗ് സ്കൂൾ പരിസരത്തുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ശുചീകരണം, മോടി പിടിപ്പിക്കൽ, ലഹരിക്കെതിരായ സാമൂഹിക ബോധവൽക്കരണം, പാഴ്വസ്തുക്കളിൽ നിന്ന് സൃഷ്ടിപരമായ ഇടപെടലിലൂടെ പുനരുപയോഗപ്രദമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ക്യാമ്പിംഗ് സ്കൂൾ പരിസരത്തുള്ള വീടുകളിൽ അടുക്കളത്തോട്ട നിർമ്മാണം, വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും വയോജന സന്ദർശനവും അവരുമായി സ്നേഹ സംഭാഷണവും വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവയാണ് ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്രിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ NSS സപ്തദിന ക്യാമ്പിന് നെല്ലിക്കുറിശി ഹൈസ്കൂളിൽ തുടക്കമായി. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഷേപ്പ് ചെയ്തെടുക്കപ്പെടുകയായി. അത്തരത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ പെരുമാറ്റത്തെ, നമ്മുടെ ശീലത്തെ, നമ്മുടെ സ്വഭാവത്തെ എല്ലാം നല്ല നിലയിൽ സ്വാധീനിക്കുന്ന ഒട്ടനേകം നല്ല അനുഭവങ്ങൾ തരുന്നതായി ഓരോ NSS ക്യാമ്പും മാറും എന്ന ശുഭപ്രതീക്ഷ ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ +2 വരെയുള്ള കാലത്ത് സ്വാഭാവികമായും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. സംസിദ്ധി എന്ന് നാമകരണം ചെയ്ത സഹവാസ ക്യാമ്പ് വിളംബര റാലിയോടെയാണ് ആരംഭിച്ചത്. ചടങ്ങിൽ ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ PS. അനില പദ്ധതി വിശദീകരിച്ചു.
ബ്ലോക്ക് അംഗം കെ രാമകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ നസറീൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ഹരി, കുമാരി ദേവി, വാർഡംഗം ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് എം ഉണ്ണികൃഷ്ണൻ, AK പ്രഭാഷ്, കെ സന്തോഷ് കുമാർ, പ്രധാനാധ്യാപകൻ അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. പത്തിരിപ്പാല GHSS പ്രിൻസിപ്പൽ ഡോക്ടർ AP പ്രമോദ് സ്വാഗതവും M രതീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ NSS സപ്തദിന സഹവാസ ക്യാമ്പ് മണ്ണൂർ AUP സ്കൂളിൽ ആരംഭിച്ചു. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ സാമൂഹിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കായിക അധ്വാനത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനോട് പ്രതിബദ്ധത, സാമൂഹ്യ പ്രതിബദ്ധത പറയുന്നത്, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സ്, വിശാല മനസ്സുള്ള ഒരു ടീമാണ് NSS ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ NSS വോളണ്ടിയേഴ്സായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക. സാധാരണ 7 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഉറച്ച കെട്ടുറപ്പുള്ള ഒരു ടീമായി മാറും. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, വാർഡംഗം PM അൻവർ സാദിഖ്, പഞ്ചായത്ത് അംഗം AA ഷിഹാബ്, PTA വൈസ് പ്രസിഡന്റ് അഹമ്മദ് കബീർ, പ്രധാനാധ്യാപിക TA ഷെരീഫ, കോളേജ് സൂപ്രണ്ട് N ബിനുകുമാർ, കോളേജ് യൂണിയൻ ചെയർമാൻ KB അനിൽ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ PN ജയരാമൻ സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ V അജിത നന്ദിയും പറഞ്ഞു. ക്യാമ്പ് 27 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പുനർനിർമ്മിക്കുന്ന ഷൊർണൂർ നുസ്രത്തുൽ ഇസ്ലാം മഹല്ല ജുമാ മസ്ജിദിന്റെ ശിലാസ്ഥാപനം വെള്ളിയാഴ്ച നടന്നു. ജുമുഅ നമസ്കാരത്തിനു ശേഷമായിരുന്നു ശിലാസ്ഥാപന ചടങ്ങ്. മഹല്ല ഖത്തീബ് അർഷദ് മുഹമ്മദ് നദ്വി, പണ്ഡിതൻ ഡോക്ടർ യൂസഫ് ഹുസൈൻ അസ്ഹരി എന്നിവർ ചേർന്നാണ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷമായിരുന്നു ശിലാസ്ഥാപനം. മഹല്ല് പ്രസിഡന്റ് KM ജലീൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ സ്വാഗതം പറഞ്ഞു. ശിലാസ്ഥാപനത്തിന് ശേഷം ഡോക്ടർ യൂസഫ് ഹുസൈൻ അസ്ഹരി ദുആ നിർവഹിച്ചു. മഹല്ല് ഭാരവാഹികളും മഹല്ല് നിവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. യജ്ഞത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകുന്നേരം രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ 15-നാണ് കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങിയത്. ബ്രഹ്മശ്രീ പയ്യന്നൂർ പുതിയിലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ബ്രഹ്മശ്രീ ബാലകൃഷ്ണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ്. യജ്ഞത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. ശനിയാഴ്ച കുചേലോപാഖ്യാനം, സന്താനഗോപാലം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്തു. ഞായറാഴ്ച അവഭൃത സ്നാനത്തോടെ യജ്ഞത്തിന് സമാപനമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി പുതുശ്ശേരിയിൽ പുതിയതായി നിർമ്മിക്കുന്ന മസ്ജിദുന്നൂർ ജുമാ മസ്ജിദിന്റെ കട്ടിളവയ്പ് കർമ്മം നടന്നു. മസ്ജിദ് ഇമാം ഹൈദർ റഹ്മാനി കട്ടിളവയ്പ് കർമ്മം നിർവഹിച്ചു. പുതുശ്ശേരി നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഇതോടെ സാക്ഷാത്കരിക്കുന്നത്. നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കുമായി വലിയൊരു മസ്ജിദ് എന്നത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ചെറുതുരുത്തി സ്വദേശിയായ PS നസീർ ഖാൻ മുൻകൈയെടുത്താണ് പുതിയ പള്ളി യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. പുതുശ്ശേരി മഹല്ല് പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന PS നസീർ ഖാൻ, BP സലീം, നൌഷാദ് ചെറുതുരുത്തി, ഷമീർ മുസ്ലിയാർ, ബഷീർ മുസ്ലിയാർ, റഷീദ് മുസ്ലിയാർ, മഹല്ല് സെക്രട്ടറി MM സിദ്ദിഖ്, ട്രഷറർ PYM കരീം, MA ഷഹീം, മോനു എന്നിവർ സംസാരിച്ചു. നസീർ ഖാൻ എന്ന് പറഞ്ഞ ഒരു ദീനസ്നേഹി അറബി മുഖാന്തരമാണ് നമുക്കിത് ചെയ്തു തന്നിരിക്കുന്നത്. ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും അദ്ദേഹം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണി പൂർത്തീകരിച്ച് ഇൻഷാല്ലാ നോമ്പിന് നമുക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ പരുത്തിപ്ര TMS LP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു. വാർഡ് കൗൺസിലർ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക രാധാമണി അധ്യക്ഷത വഹിച്ചു. അധ്യാപകർ ആശംസാ പ്രസംഗം നടത്തി. റാലി, ക്രിസ്മസ് കരോൾ, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടായി.
ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ കായ്മകുന്നത്തെ കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. വെള്ളിയാഴ്ച നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഡിസംബർ 22 ഞായറാഴ്ചയാണ് യജ്ഞസമാപനം. എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഭഗവാൻ കൊണ്ടാലോ പരമമായിരിക്കുന്ന ആനന്ദം എന്നർത്ഥം. ഈ ആനന്ദം അതിങ്ങനെ ഇവിടുന്ന് മരിച്ചു പോയിട്ട് കിട്ടുന്നതല്ല. പിന്നെയോ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്നതിനാണ് ആനന്ദം എന്ന് പറയുക. ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ എന്ത് വേണം? നമുക്ക് നല്ല സുഖമായിരിക്കണം, നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. അതാണ് രുക്മിണി ദേവി നമ്മളോട് പറഞ്ഞിരുന്നത്. ആരെ പതിയായിട്ട് ലഭിക്കണം? കൃഷ്ണനെ പതിയായിട്ട് ലഭിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകൾക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കം. ജില്ലയിലെ 7 താലൂക്കുകളിലും നടത്തുന്ന അദാലത്തിന് തുടക്കമായത് ആലത്തൂർ താലൂക്ക് അദാലത്തോടെ. പാവപ്പെട്ടവരുടെ പരാതികൾ പരിഹരിക്കുക സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കഴിയാവുന്നത്ര പരാതികൾക്ക് അദാലത്തിലൂടെ പരിഹാരം കാണുമെന്ന് മന്ത്രി എം വി രാജേഷ്. ഒറ്റപ്പാലം താലൂക്ക് അദാലത്ത് തിങ്കളാഴ്ച ലക്കിടിയിൽ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട ദിവസം സുരേഷ് ഗോപി നടത്തിയ ആംബുലൻസ് യാത്രാ കേസിൽ PR ഏജൻസി ജീവനക്കാരന്റെ മൊഴിയെടുത്തു. തൃശൂർ ഈസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് വരാഹ ഏജൻസി ജീവനക്കാരൻ അഭിജിത്തിന്റെ മൊഴി. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്നത് അഭിജിത്തിന്റെ നേതൃത്വത്തിൽ. അഴിമതിക്കാരെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാനുള്ള പോരാട്ടത്തിന്റെ പാതയിലാണ് കേരള ജനതയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. മന്ത്രിയെ നോക്കുകുത്തിയാക്കി വൈദ്യുതി വകുപ്പ് CPM അഴിമതിയുടെ കൂത്തരങ്ങാക്കി. സർക്കാർ ഏർപ്പെടുത്തുന്നത് നാടിന് അപകടകരമായ കരാറുകളിലെന്നും രമേശ് ചെന്നിത്തല. സ്ത്രീ മുന്നേറ്റത്തിന്റെ പ്രതീകമാണ് കുടുംബശ്രീ എന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ. കുടുംബശ്രീയിൽ എത്തിയവർക്ക് പറയാനുള്ളത് പെൺകരുത്തിന്റെ കഥകൾ. പാലക്കാട് കുടുംബശ്രീ എംപ്ലോയീസ് മീറ്റ്. കോട്ടായിയിൽ അർദ്ധരാത്രി ഗുണ്ടാശൈലിയിൽ വീടുകയറി ആക്രമണം. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന 8 വാഹനങ്ങൾ തകർത്തു. ആക്രമണമുണ്ടായത് കോട്ടായി കീഴത്തൂർ കരിയാട്ടുപറമ്പ് മൻസൂറിന്റെ വീടിന് നേരെ. കോട്ടായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവുല്ലാമലയിൽ വിരണ്ടോടിയ കാളക്കൂറ്റൻ പരിഭ്രാന്തി പരത്തി. ദേശീയപാതയിൽ പാലക്കാട് പുതുപ്പരിയാരത്ത് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പുലർച്ചെയുണ്ടായ അപകടത്തിൽ മരിച്ചത് മക്കരപ്പറമ്പ് സ്വദേശികളായ കണ്ണൻ, റിൻഷാദ് എന്നിവർ. കുന്നംകുളം കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട കാർ പഴക്കട ഇടിച്ചു തകർത്തു. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കുളപ്പുള്ളി കണയം റോഡിന്റെ 2ാം ഘട്ട ടാറിംഗ് പ്രവൃത്തി പൂർത്തിയായി. അടുത്ത മാസം ആദ്യവാരത്തോടെ പാതയുടെ 3ാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് പി മമ്മിക്കുട്ടി MLA. റോഡ് ഞായറാഴ്ച ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. സമഗ്ര റോഡ് നവീകരണം MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 4 കോടി രൂപ ചിലവിൽ. സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും ശോഷണം ആപത്കരമെന്ന് സംഗീത സംവിധായകൻ MD രാജേന്ദ്രൻ. സംഗീത സാഹിത്യ രംഗങ്ങളിലെ പ്രതിഭാധനരെ പോലും പുതുതലമുറയ്ക്ക് അറിയില്ല. വളർന്നുവരുന്നത് വികലമായ ഗാനശാഖകൾ. സിനിമകൾ ഏറെ ഉണ്ടാകുന്നുണ്ടെങ്കിലും മിക്കവാറും സംഗീതം ആവശ്യപ്പെടുന്നില്ലെന്ന് ഗായകൻ സുദീപ് കുമാർ. ഐക്കോൺസിൽ സ്ഥിരം ഡയറക്ടറെ നിയമിക്കണമെന്ന് പാലക്കാട് ജില്ലാ ഐക്കോൺസ് എംപ്ലോയീസ് യൂണിയൻ CITU. 8 ആവശ്യങ്ങളുയർത്തി യൂണിയൻ അവകാശ ദിനം ആചരിച്ചു. ഷൊർണൂർ ഐക്കോൺസിൽ ന്യൂറോളജിസ്റ്റിന്റെ സ്ഥിരം സേവനം ലഭ്യമാക്കണമെന്നും താൽക്കാലിക ജീവനക്കാർക്ക് മിനിമം വേതനം നടപ്പാക്കണമെന്നും മറ്റ് പ്രധാന ആവശ്യങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.